2 ദിവസമായിട്ട് പട്ടിണി കിടന്ന മനുഷ്യനൊരു പരുവായിട്ട് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ പട്ടിണി കിടന്നത്. എനിക്ക് കഴിക്കാൻ വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഛർദ്ദിച്ച് ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഏട്ടൻ പോയി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് ഇന്നലെയും കൊണ്ടുവച്ചിട്ട് ഞാനിത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ വായിൽ നന്നായിട്ട് എനിക്ക് ചീത്ത കേൾക്കും. കാരണം 2 ദിവസമായിട്ട് ഫുഡൊന്നും ഞാൻ കഴിക്കുന്നില്ല. പണ്ട് തൊട്ടേ ഈ ആപ്പിളിലും മുന്തിരിയിലും പിന്നെ നമ്മുടെ തണ്ണിമത്തലിലൊക്കെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കഴിച്ചാലും ഇന്ന് വെയിലുണ്ട്, വയ്യാണ്ടായതല്ലേ. അപ്പോൾ നമ്മുടെ മെത്തയൊക്കെ എടുത്തൊന്ന് വെയിലത്തിടാന്ന് വിചാരിച്ചിട്ട് മെത്തയൊക്കെ വെയിലത്തും ഇട്ട് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മുക്കിയും വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനും പിന്നെ മിക്സിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ചെയ്ത് കിച്ചൺ ക്ലീൻ ഇടയ്ക്ക് കത്തിക്കാനുള്ള വേസ്റ്റ് കൂടി കത്തിച്ചിട്ടിട്ടാണ് ബാക്കി ജോലികൾ തുടർന്നത് കേട്ടോ. അതാവുമ്പോൾ അതും കൂടി അങ്ങ് കത്തി തീരുമല്ലോ. മാസത്തിലൊരിക്കലൊക്കെ ഞാൻ മിക്സി വൃത്തിയാക്കാൻ കയറത്തുള്ളൂ. എന്നാലും ഇന്നത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ വയ്യാതിരിക്കുന്ന സമയങ്ങളിൽ ജോലി ചെയ്ത് വീടൊക്കെ വൃത്തിയാക്കി ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു സമാധാനം കിട്ടിയ പോലെയാണ്. എത്ര വൃത്തിയായി കിടന്നാലും പിന്നെ എനിക്കത് വൃത്തിയാക്കി വെക്കാം. സ്ലാബും അവിടെ ഇരുന്ന മേശയൊക്കെ തുടച്ച് എല്ലാം അടുക്കി പിറക്കി വെച്ചിട്ട് അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലിരുന്ന കുറച്ച് പച്ചക്കറിയൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് കളയുന്നുണ്ട്. ഇപ്പം അധികമായിട്ട് അങ്ങനെ പച്ചക്കറിയൊന്നും പന്നലാവാറില്ല കേട്ടോ. കാരണം ഞാൻ എല്ലാം അപ്പോഴെപ്പോഴും എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് വയ്യാതിരുന്നത് കൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നു. ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഏട്ടനായിരുന്നു കേട്ടോ. എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഈ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത്. എന്തോ എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ എല്ലാ ജോലികളും ചെയ്യും കേട്ടോ. ജോലികളൊക്കെ ചെയ്ത് അവിടെയൊക്കെ വൃത്തിയായി കിടക്കുമ്പോൾ എനിക്കെന്തോ എൻ്റെ വയ്യായിക കുറഞ്ഞതുപോലൊരു ഫീല് തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ എന്തായാലും ആരോട്ടി എനിക്ക് തന്നെ പിന്നെ ബെഡ്ഷീറ്റൂടെ കഴുകിയിടാന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പോയി ബെഡ്ഷീറ്റും തുണിയും ഒക്കെ ഇങ്ങ് കഴുകിയിട്ടു കേട്ടോ. ഏട്ടനൊരു 1000 തവണ പറഞ്ഞതാണ് നീ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി വെറുതെ ഈ ജോലിയെല്ലാം കൂടി ചെയ്യേണ്ടതാണ്. കേട്ടില്ല. പക്ഷേ ഇതെല്ലാം കഴുകിയിട്ടിട്ട് രാത്രിയായപ്പോൾ നല്ല നടുവേദന ഉണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞെന്താണെന്നറിയോ, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. അപ്പോൾ എന്തായാലും ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.